Hi students, എക്സാമിൻ്റെ അവസാന സമയ പ്രിപ്പറേഷനിൽ ഈ ഒരു ഭാഗം കൂടെ നിങ്ങൾ ഉൾക്കൊള്ളിക്കുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഓരോ ചാപ്റ്ററിലും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സെഷനാണ്. സ്കിപ്പ് ചെയ്യാതെ കാണണം. നിർബന്ധമായിട്ടും ഈ ഭാഗങ്ങളെല്ലാം തന്നെ മക്കൾ പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ, നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഇതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഫിഗറാണിത്. നോക്കൂ, ഇതിൽ ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഡു ദ ഫോളോയിങ് ഇവൻറ്റ്സ് ഒക്കർ. ആദ്യം തന്നിരിക്കുന്നുണ്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സ്ഥലം എവിടെ? ഫലോപ്പിയൻ ട്യൂബിലെ ആംബുലറി ജംഗ്ഷനിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇംപ്ലാന്റേഷൻ എവിടെയാണ് നടക്കുന്നത്? യൂട്രസ്. അത് നോക്കൂ, ഡയഗ്രാം ഓഫ് ഹ്യൂമൻ ബ്ലാസ്റ്റോസിസ്റ്റ് ഈസ് ഗിവൺ ബിലോ. ഐഡന്റിഫൈ എ ആൻഡ് ബി. ഇതൊരു ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ സ്ട്രക്ചറാണ് തന്നിരിക്കുന്നത്. ഇതിൽ എ എന്ന് പറയുന്നത് എന്താണ് എന്ന് പഠിക്കണം. എ എന്ന് പറയുന്നത് ട്രോഫോപ്ലാസ്റ്റ് ആണ്. ബി എന്ന് പറയുന്നത് ഇന്നർ സെൽ മാസ് ആണ്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് എ ട്രോഫോപ്ലാസ്റ്റ് ആൻഡ് ബി ഇന്നർ സെൽ മാസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. പ്ലാസൻറ്റ ആക്ട് ആസ് ആൻ എൻഡോക്രൈൻ ടിഷ്യൂ ആൻഡ് പ്രൊഡ്യൂസ് സെവറൽ ഹോർമോൺ. നെയിം എനി ടു പ്ലാസെന്റൽ ഹോർമോൺ. പ്ലാസൻറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. HCG, HPL, ഈസ്ട്രജൻ, പ്രൊജസ്ട്രജൻ. HCG ഹ്യൂമൻ കൊറിയോണിക് ഗൊനാഡോട്രോപ്പിൻ, HPL ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രജൻ. ഇതാണ് പ്ലാസെന്റൽ ഹോർമോൺസ്. അടുത്ത് നോക്കൂ, റൈറ്റ് ടു ഫങ്ഷൻസ് ഓഫ് പ്ലാസെന്റ. പ്ലാസെന്റയുടെ രണ്ട് ഫങ്ഷൻസ് പറയാനാണ് പറഞ്ഞിരിക്കണേ, അതർ ദാൻ എൻഡോക്രൈൻ ഫങ്ഷൻ. അതായത് പ്ലാസെന്റയുടെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ദേ പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ഫീറ്റസ്. കുഞ്ഞിലേക്ക് ഓക്സിജനും ന്യൂട്രിയൻസും കൊടുക്കും. അതുപോലെ തന്നെ കുഞ്ഞിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും വേസ്റ്റ് മെറ്റീരിയൽസും റിമൂവ് ചെയ്യും. ഓക്കെ, സോ ദേ പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ഫീറ്റസ്, റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അതർ വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ഫീറ്റസ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ കണ്ടു. അടുത്ത് നോക്കാം. ഐഡൻറ്റിഫൈ ദ ഫിഗർ ആൻഡ് ലേബൽ ദ പാർട്സ് മാർക്ക്ഡ് ആസ് ABC. ഈ പിക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാതെ പോകരുത്. ഓക്കെ, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടുവന്നിട്ട് വരുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ ഇതിൽ നോക്കിക്കോളൂ. ഒന്ന് ഹെഡ്, രണ്ടാമത്തെ ഭാഗം നെക്ക്, മൂന്ന് ഇത് മിഡിൽ പീസ്, നാലാമത്തെ ടെയില്. ഇതിൽ ഹെഡ് എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ഈ ഹെഡിൽ തന്നെ രണ്ട് പാർട്ടുണ്ട്. ഒന്ന് അക്രോസോം എന്ന് പറയുന്ന ഭാഗം, അതാണ് A എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ന്യൂക്ലിയസ് ആണ്. പിന്നെ നെക്ക് അതവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഭാഗം മിഡിൽ പീസ് എന്ന് പറയുന്നതാണ്, ഞാനിവിടെ കൊടുത്തു B എന്ന് പറയുന്ന മിഡിൽ പീസ്. മിഡിൽ പീസിൽ കാണാൻ കഴിയുന്ന സംഗതിയാണ് മൈറ്റോകോൺട്രിയ. പിന്നെ C എന്ന് പറയുന്നത് ടെയിൽ എന്ന് പറയുന്നതാണ്. അണ്ടർസ്റ്റുഡ്? സോ ഈ സ്ട്രക്ചർ ശരിക്കും പഠിച്ചു പോകണം. സ്ട്രക്ചർ ഓഫ് സ്പെർമറ്റോസോവ, അതായത് ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയില്. ഹെഡിൽ രണ്ട് പാർട്ടാണുള്ളത്. ഒന്ന് അക്രോസോം എന്ന് പറയുന്ന ഭാഗം, രണ്ടാമത്തെ ന്യൂക്ലിയസ്. പിന്നെ രണ്ടാമത്തെ പാർട്ടാണ് നെക്ക്, മൂന്നാമത്തെ ഭാഗം മിഡിൽ പീസ്. മിഡിൽ പീസിൽ ഒരുപാട് മൈറ്റോകോൺട്രിയ ഉണ്ട്. നാലാമത്തെ ഒരു ഭാഗം ടെയിൽ എന്ന് പറയുന്ന ഭാഗം. അടുത്ത് നോക്കാം. സെക്സ് ഓഫ് എ ചൈൽഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഫാദർ. സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻ നമ്മൾ കാണാറുണ്ട്. എന്താണ് ഇതിൻ്റെ ആൻസർ? നമുക്ക് നോക്കാം. അതായത് മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഗമീറ്റുകൾ. ഒന്ന് 50% ഗമീറ്റിലും എക്സ് ക്രോമോസോം ആയിരിക്കും, 50% ഗമീറ്റിലും വൈ ക്രോമോസോം ആയിരിക്കും. നോക്കൂ, പക്ഷേ ഓവ എന്ന് പറയുന്ന എല്ലാം തന്നെ എക്സ് ക്രോമോസോം മാത്രമായിരിക്കും. ഓട്ടോസോമിനോടൊപ്പം എക്സ് ക്രോമോസോം മാത്രമായിരിക്കും ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പക്ഷേ മെയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് രണ്ട് തരത്തിലുള്ള ഗമീറ്റാണ്. 50% സ്പേം എക്സ് ആയിരിക്കും, 50% സ്പേം വൈ ആയിരിക്കും. ഒരു പക്ഷേ ഈ എക്സ് എന്ന് പറയുന്ന സ്പേമാണ് എക്സ് എന്ന് പറയുന്ന ഓവയിൽ ഫെർട്ടിലൈസ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ഇതെന്തായിട്ട് മാറും? ഇറ്റ് ഇസ് എ ഫീമെയിൽ. ഓക്കെ, എക്സും വന്നാൽ ഇത് ഫീമെയിലാണ്. അതുപോലെ ഇനി വൈ ആണ് വരുന്നതെങ്കിൽ അത് മെയിലാവുകയും ചെയ്യും. ഓക്കെ, ഇതാണ് സെക്സ് ഓഫ് ദ ചൈൽഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഫാദർ എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇവിടെ നമ്മൾ ആൻസർ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. Male produce two different types of gamete. 50% sperm having X chromosome and another 50% may have Y chromosome. If the sperm with the X chromosome fertilize the ova, it will become female. If the sperm with the Y chromosome fertilize the ova, it will become
മെയിൽ. ക്ലിയർ ആണല്ലോ? അടുത്തിലേക്ക് വരാം. ഐഡന്റിഫൈ ദ പാർട്സ് ഓഫ് ഓവിഡക്റ്റ് ഫ്രം ബിലോ ഡിസ്ക്രിപ്ഷൻ. ഈ താഴെ തന്നിരിക്കുന്ന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ചിട്ട് ഇത് ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഏതൊക്കെ ഭാഗമാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഫസ്റ്റ് ഭാഗം തന്നിരിക്കുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഓഫ് ഓവിഡക്റ്റ് ദാറ്റ് ഹെൽപ്സ് ഇൻ കളക്ഷൻ ഓഫ് ഓവ ആഫ്റ്റർ ഓവുലേഷൻ. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനാണ് പറഞ്ഞിരിക്കണേ. ഓവിഡക്റ്റിന് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ പറയുന്ന പേര് ഫിംബ്രിയെ എന്നോട് എഴുതിയിട്ടുണ്ട്. രണ്ടാമത് ദ പാർട്ട് ഓഫ് ഓവിഡക്റ്റ് വിത്ത് എ നാരോ ലുമൻ ദാറ്റ് ജോയിൻസ് ദ യൂട്രസ്. യൂട്രസുമായിട്ട് ജോയിൻ ചെയ്യുന്ന നാരോ ലുമന് പറയുന്ന പേര് ഇസ്തുമസ് എന്നാണ്. ഫണൽ ഷേപ്ഡ് പാർട്ട് ഓഫ് ഓവിഡക്റ്റ് ദാറ്റ് ഈസ് ക്ലോസർ ടു ഓവറി. ഓവറിയോട് അടുത്ത് കിടക്കുന്ന ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഭാഗത്തിന് പറയുന്ന പേരെന്താണെന്നാണ്. നോക്കൂ, ദ ഫണൽ ഷേപ്ഡ് പാർട്ട് ഓഫ് ദ ഓവിഡക്റ്റ് ദാറ്റ് ഈസ് ക്ലോസർ ടു ഓവറി. ഫണൽ ഷേപ്ഡാണ് പറഞ്ഞിരിക്കണേ. അത് ശരിക്ക് ഇൻഫെൻറ്റിബുലമാണ്. ഓക്കെ, ഇൻഫെൻറ്റിബുലം നോക്കണേ. ഓരോ പാർട്ടും ആദ്യം തന്നിരിക്കുന്നത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഓഫ് ഓവിഡക്റ്റ് ദാറ്റ് ഹെൽപ്പ് ഇൻ കളക്ഷൻ ഓഫ് ഓവം ആഫ്റ്റർ ഓവുലേഷൻ ഫിംബ്രിയെ. പാർട്ട് ഓഫ് ഓവിഡക്റ്റ് വിത്ത് എ നാരോ ലുമൻ ദാറ്റ് ജോയിൻസ് ദ യൂട്രസ് എന്ന് പറയുന്നത് ഇസ്തമസ് ആണ്. ഫണൽ ഷേപ്ഡ് പാർട്ട് ഓഫ് ഓവിഡക്റ്റ് ദാറ്റ് ഈസ് ക്ലോസർ ടു ഓവറി എന്ന് പറയുന്നത് ഇൻഫെൻറ്റിബുലമാണ്. ഓക്കെ, അടുത്ത് നമുക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ള ചാപ്റ്ററിലേക്ക് വരാം. നോക്കുക, നെയിം ആൻ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫോർ ഫീമെയിൽ ഡെവലപ്ഡ് ബൈ സയൻറ്റിസ്റ്റ് അറ്റ് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തിയിരിക്കുന്ന ഒരു ഡ്രഗ് പറയാൻ പറഞ്ഞിട്ടുണ്ട്, സഹേലി. സഹേലി എന്ന് പറയുന്ന ഡ്രഗാണ് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ആഴ്ചയിൽ ഒരിക്കൽ ഒന്ന് മാത്രം കഴിച്ചാൽ മതി. ഇതൊരു കോൺട്രാസെപ്റ്റീവ് പില്ലാണ്. ഓക്കെ, സോ സഹേലി എന്ന് പറയുന്ന ടാബ്ലറ്റ് ആണ് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. ഇൻഫെക്ഷൻസ് ഓർ ഡിസീസസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷൽ ഇന്റർകോഴ്സ് ആർ കളക്റ്റീവ്ലി കോൾഡ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. നെയിം എനി 2 സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ഒരുപാടുണ്ട്. അത്തരത്തിലുള്ള ഡിസീസുകൾ ഞാനൊന്ന് പറയുന്നു. എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി, ജനൈറ്റൽ ഹെർപ്പസ്, ജനൈറ്റൽ വാർഡ്സ്, ക്ലമൈഡിയാസിസ്, ട്രിക്കോമോണിയാസിസ്, ഗൊണോറിയ, സിഫിലിസ്. ഓക്കെ, ഇതിലൊരു 4 പേരെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി, ജനൈറ്റൽ ഹെർപ്പസ്, ജനൈറ്റൽ വാർഡ്സ്, ക്ലമൈഡിയാസിസ്, ട്രിക്കോമോണിയാസിസ്, ഗൊണോറിയ, സിഫിലിസ്. ഇതെല്ലാം സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളാണ്. നോക്കൂ, അടുത്തത് നമുക്ക് രണ്ടാമത്തെ പാർട്ട് തന്നിരിക്കുന്നത് സജസ്റ്റ് എനി 2 മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് STI. സെക്ഷുവൽ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള 2 മെത്തേഡ്. ഒന്ന്, അവോയ്ഡ് സെക്ഷൽ ഇന്റർകോഴ്സ് വിത്ത് അൺനോൺ ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. അറിയാത്ത ആളുകളുമായിട്ടുള്ള ലൈംഗിക ബന്ധം ഒഴിവാക്കുക. രണ്ടാമത്തത്, യൂസ് കോണ്ടംസ് ഡ്യൂറിങ് ക്വൈറ്റസ് എവറി ടൈം. മറ്റൊന്ന്, സീക്ക് മെഡിക്കൽ ഹെൽപ്പ് ഇൻ കേസ് ഓഫ് ഡൗട്ട് ആൻഡ് ഗെറ്റിംഗ് ഇറ്റ് കംപ്ലീറ്റ്ലി ക്യൂർഡ്. എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മുൻ വർഷങ്ങളിൽ ഇഷ്ടം പോലെ തവണ ചോദിച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം തന്നെ നിങ്ങൾ പഠിച്ചിട്ട് എക്സാമിന് പോകാവും. അടുത്തിലേക്ക് വരാം. എ വൈഡ് റേഞ്ച് ഓഫ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ആർ പ്രസന്റ്ലി അവൈലബിൾ. നെയിം 2 സർജിക്കൽ മെത്തേഡ് അഡ്വൈസ്ഡ് ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട്ണർ ആസ് എ ടെർമിനൽ മെത്തേഡ് ടു പ്രിവെൻറ്റ് എനി മോർ പ്രഗ്നൻസി. പെർമനൻറ്റ് മെത്തേഡ് ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ പെർമനൻറ്റ് മെത്തേഡ് ടു പ്രിവെൻറ്റ് പ്രഗ്നൻസിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിലൊന്ന് മെയിൽ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്ന പേരാണ് വാസെക്ടമി എന്ന് പറയും. ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്ന പേരാണ് ട്യൂബെക്ടമി. സോ വാസെക്ടമി ഇറ്റ് ഈസ് ഡൺ ഇൻ മെയിൽസ്, ഓക്കെ, ആൻഡ് ട്യൂബെക്ടമി ഇറ്റ് ഈസ് ഡൺ ഇൻ ഫീമെയിൽ. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് നോക്കിക്കോളൂ. ഗിവ് 2 എക്സാമ്പിൾസ് ഫോർ കോപ്പർ റിലീസിങ് IUD. കോപ്പർ റിലീസിങ് IUDയുടെ എക്സാമ്പിൾസ് ആണ് കോപ്പർ T, കോപ്പർ 7, മൾട്ടിലോഡ് 375. ഓക്കെ, നോക്കണേ. നെയിം 2 സർജിക്കൽ മെത്തേഡ് അഡ്വൈസ് ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ. മെയിലിന് അഡ്വൈസ് ചെയ്യുന്ന ഒരു സർജിക്കൽ മെത്തേഡാണ് വസെക്ടമി എന്ന് പറയും. അതായത് വാസ് ഡിഫറൻസ് കട്ട് ചെയ്ത് കെട്ടിവെക്കുക. എ സ്മോൾ പോർഷൻ ഓഫ് വാസ് ഡിഫറൻസ് ഈസ് റിമൂവ്ഡ് ഓർ ടൈഡ് അപ്പ് ത്രൂ ആൻ ഇൻസീഷൻ മെയ്ഡ് ഇൻ ദ സ്ക്രോട്ടം എന്ന് പറയും. ഇനി ഫീമെയിൽ ആണെങ്കിൽ എ സ്മോൾ പോർഷൻ ഓഫ് ഫലോപ്പിയൻ ട്യൂബ് ഈസ് റിമൂവ്ഡ് ഓർ ടൈഡ് അപ്പ് ത്രൂ ആൻ ഇൻസീഷൻ മെയ്ഡ് ഇൻ ദ അബ്ഡോമൻ എന്നും പറയും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എക്സ്പാൻഡ് ദ ടേം സിഫ്റ്റ്, സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ പഠിക്കണം. ഇതുപോലെ ഞാൻ മറ്റൊന്നും കൂടെ തരാം. ഗിഫ്റ്റ്, ഗ്യാമീറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയും.
നോക്കണം, ഇതിന് പറയുന്ന പേരാണ് ഗ്യാമീറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയും. ഗ്യാമീറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ, അതാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതേപോലെ തന്നെ വേറൊന്ന് നമുക്ക് ചോദ്യം വരാനുള്ള IUT, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. ഓക്കെ, ഇതൊക്കെ എക്സ്പാൻഷൻ മക്കൾ പഠിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കൂ, amniocentesis for sex determination is legally banned now. What is amniocentesis? എന്താണ് amniocentesis എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്. ഇതൊരു പ്രഗ്നൻസി സമയത്ത് നടത്തുന്ന ടെക്നിക്കാണ്. ഇതൊരു സാമ്പിൾ ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വലിച്ചെടുത്തിട്ട് അതിലുള്ള കുഞ്ഞിൻ്റെ സെല്ലുകൾ കൾച്ചർ ചെയ്ത് അനലൈസ് ചെയ്യാം. അതായത് ഇറ്റ്സ് എ പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്. അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നടത്തുന്ന ടെസ്റ്റാണ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ കുറച്ച് സാമ്പിൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വലിച്ചെടുക്കുക. അതിൽ കുഞ്ഞിൻ്റെ കുറേ സെല്ലുകൾ ഉണ്ടാവും. ആ സെല്ലുകൾ കൾച്ചർ ചെയ്ത് പഠിക്കുക. അപ്പോൾ അതിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റുക? ഒന്ന്, കുഞ്ഞിൻ്റെ സെക്സ് അറിയാൻ പറ്റും. മറ്റൊന്ന്, കുഞ്ഞിലുണ്ടാകുന്ന ജനറ്റിക് അബ്നോർമാലിറ്റീസ്, ഓക്കെ, ക്രോമോസോമൽ അബ്നോർമാലിറ്റീസ് ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അതായത് സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ, കളർ ബ്ലൈൻഡ്നെസ്, ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. പിന്നെ സെക്സ് അറിയാൻ പറ്റും, കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നറിയാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ബാൻ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ബാൻ ചെയ്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് വൈഡ്ലി മിസ്യൂസ് ചെയ്തിരുന്നു ഫോർ ടെസ്റ്റ് ഫോർ ഫീറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ. കുഞ്ഞിൻ്റെ സെക്സ് അറിയാൻ വേണ്ടി ഈ മെത്തേഡ് ദുരുപയോഗം ചെയ്തുകൊണ്ടായിരുന്നു ഇത് ബാൻ ചെയ്തത്. അങ്ങനെ കുഞ്ഞുങ്ങളുടെ സെക്സ് അറിഞ്ഞതിന് ശേഷം ഈ ഫീമെയിൽ ആണെങ്കിൽ അതൊരു കൊല്ലുന്നൊരു സമ്പ്രദായം മുൻപുണ്ടായിരുന്നു, ഫീമെയിൽ ഫീറ്റിസൈഡ്. ആ കാരണങ്ങളെ കൊണ്ട് ഇത് ബാൻ ചെയ്തു. ഇറ്റ് ഈസ് വൈഡ്ലി മിസ്യൂസ്ഡ് ആസ് എ ടെസ്റ്റ് ഫോർ ഫീറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ ഈസ് ലീഗലി ബാൻഡ് ടുഡേ. ക്ലിയർ ആണല്ലോ? അടുത്ത നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്നുള്ള ചാപ്റ്ററിലെ ചില ക്വസ്റ്റ്യൻസുകളാണ് നോക്കുക. അപ്പോൾ നമ്മൾ 2 ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് 3ാമത്തെ ചാപ്റ്ററാണ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ മക്കൾ ഒഴിവാക്കരുത്, എല്ലാം തന്നെ പഠിച്ചേ പോകാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. അതിൽ നമുക്ക് ആദ്യം പറയുന്നത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഹെട്രോഗ്യാമറ്റി വിത്ത് എക്സാമ്പിൾ. മെയിൽ ഹെട്രോഗ്യാമറ്റിയും ഫീമെയിൽ ഹെട്രോഗ്യാമറ്റിയും തരിക, എന്നിട്ട് അതെന്താണെന്നുള്ളത് പറയുക, അതിൻ്റെ എക്സാമ്പിളും പറയാം. മെയിൽ ഹെട്രോഗ്യാമറ്റി എന്ന് പറഞ്ഞാൽ മെയിൽ പ്രൊഡ്യൂസ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇൻ ഹ്യൂമൻ ആൻഡ് ഡ്രോസോഫില 50% of the sperm having X chromosome and another 50% may have Y chromosome. അപ്പോൾ ഇത് മെയിൽ ഹെട്രോഗ്യാമറ്റിയാണ്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു ഹ്യൂമൻ ബീയിങ്ങിലും ഡ്രോസോഫിലയിലും. ഇനി എന്താണ് ഫീമെയിൽ ഹെട്രോഗ്യാമറ്റി? ഫീമെയിൽ പ്രൊഡ്യൂസ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്. അതായത് ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവയിൽ Z എന്ന് പറയുന്ന ഓവയും ഉണ്ടാവും. ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റ് ചില ഓവകളിൽ W എന്ന് പറയുന്ന ഓവയും ഉണ്ടാവും. അതാണ് ഫീമെയിൽ ഹെട്രോഗ്യാമറ്റിയിൽ ഫീമെയിൽ പ്രൊഡ്യൂസ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്, ദറ്റ് ഈസ് Z ആൻഡ് W. ഓക്കെ, ഇത് നമുക്ക് കാണാൻ കഴിയുക ബേർഡ്സിലാണ്, പക്ഷികളിലാണ് ഇത്തരത്തിലുള്ള ഒരു സെക്സ് ഡിറ്റർമിനേഷൻ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത് മെയിൽ ഹെട്രോഗ്യാമറ്റി ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ഹ്യൂമൻ ബീങ് ആൻഡ് ഡ്രോസോഫില. ഫീമെയിൽ ഹെട്രോഗ്യാമറ്റി ഞാൻ പറഞ്ഞു ബേർഡ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. 2 മാർക്കിനാണ് മിക്കപ്പോഴും ചോദ്യങ്ങൾ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിമ്പലൊക്കെ മക്കൾ പഠിച്ചു പോകണം. ഇത് പെഡിഗ്രിയുടെ ചില സിമ്പലുകളാണ്. ഇത് എഫക്റ്റഡ് ആയ ഒരു ഫീമെയിലാണ്. ഇത് കൺസാങ്ക്യുനസ് മാരേജ് ആണ്, അതായത് ബ്ലഡ് റിലേറ്റീവ്സ് തമ്മിലുള്ള മാരേജ് ആണെങ്കിൽ നമ്മളിങ്ങനെ ഡബിൾ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യും. ഇതൊരു സിംഗിൾ ലൈൻ മാത്രമാണെങ്കിൽ അത് മെയ്റ്റിംഗ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇത് മെയിലാണ്. ഇത് സെക്സ് അൺസ്പെസിഫൈഡ് എന്നും കൊടുത്തിട്ടുണ്ട് കേട്ടല്ലോ. ഇതാ ഒന്ന് എഫക്റ്റഡ് ഫീമെയിൽ, ഇത് നമ്മൾ പറഞ്ഞ കൺസാങ്ക്യുനസ് മെയ്റ്റിംഗ്, ഇത് മെയിലാണ്. ഇത് സെക്സ് അൺസ്പെസിഫൈഡ്, ആണാണോ പെണ്ണാണോ നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ടില്ല, അതാണ് സെക്സ് അൺസ്പെസിഫൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ സിമ്പിളൊക്കെ പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടോ. നോക്കണേ, ഇനി വരുന്നത്, ഇനി ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ കുറേ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഓക്കെ, നോക്കിയേ, ഈ ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണെങ്കിൽ ആദ്യം വരുന്നു 44 ഓട്ടോസോംസും ഉണ്ട്, XO ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഏതാണ് കണ്ടീഷൻ? അത് ടർണർ സിൻഡ്രോമാണ്. ഓക്കെ, അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റെറൈൽ ഫീമെയിൽ ആയിരിക്കും.
ഫീമെയിലിൽ റീപ്രൊഡ്യൂസ് ചെയ്താലും കുട്ടികൾ ഉണ്ടാവില്ല. അതാണ് സ്റ്റെറൈൽ ഫീമെയിൽ എന്ന് പറയും. ഇനി മറ്റൊന്ന് നോക്കൂ, ഇത് മൂന്നും ക്രോമോസോമൽ ഡിസോർഡർ തന്നിരിക്കുന്നത്. രണ്ടാമത് ക്ലെനെ-ഫെൽട്ടർ സിൻഡ്രോം. ക്ലെനെ-ഫെൽട്ടർ സിൻഡ്രോമിൽ 45 ഓട്ടോസോംസ് ഉണ്ടാവുക. പിന്നെ ഒരു ക്ലെനെ-ഫെൽട്ടർ സിൻഡ്രോമിൽ 44 ഓട്ടോസോംസിനോടൊപ്പം 3 സെക്സ് ക്രോമോസോംസ് ഉണ്ടാവും. കണ്ടോ, 44 ഓട്ടോസോംസും അതിനോടൊപ്പം XXYയും തന്നു. ക്ലിയർ ആണല്ലോ. ഇത് സ്റ്റെറൈൽ മെയിലാണ്. ഇനി നോക്കുക അടുത്തത് ഡൗൺ സിൻഡ്രോം. ഇതിന് നമ്മൾ ട്രൈസോമി 21 എന്ന് പറയും. ഇത് റിസൾട്ട് ചെയ്യുന്ന ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ മെൻ്റൽ റിട്ടാർഡേഷൻ. അപ്പോൾ നോക്കണേ, ഇവിടെ ഞാൻ പറഞ്ഞു ടേർണർ സിൻഡ്രോം 44 ഓട്ടോസോം പ്ലസ് XO, അതിന് സ്റ്റെറൈൽ ഫീമെയിൽ. ക്ലെനെ-ഫെൽട്ടർ സിൻഡ്രോം 44 ഓട്ടോസോംസും അതിനോടൊപ്പം XXY സ്റ്റെറൈൽ മെയിലാണ്. ഇനി അടുത്തൊന്ന് ഇത് ഡൗൺ സിൻഡ്രോം ആണ്, ട്രൈസോമി 21 മെൻ്റൽ റിട്ടാർഡേഷൻ. ക്ലിയർ. അടുത്ത് നമുക്ക് നോക്കാം. നോക്കൂ, TH Morgan, Thomas Hunt Morgan carried out several dihybrid cross in Drosophila. Mention 2 reasons for selecting Drosophila as an experimental organism. എന്തുകൊണ്ടാണ് TH Morgan ഡ്രോസോഫില തന്നെ എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ ആയിട്ട് സെലക്ട് ചെയ്തു? വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഒരു 4 പോയിന്റെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഒന്ന്, ദ കുഡ് ബി ഗ്രോൺ ഓൺ സിമ്പിൾ സിന്തറ്റിക് മീഡിയം ഇൻ ദ ലാബോറട്ടറി. ലാബിലെ ഏറ്റവും സിമ്പിളായ മീഡിയത്തിൽ ഡ്രോസോഫിലയെ വളർത്തിയെടുക്കാം. രണ്ടാമത്, ഇതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് 2 ആഴ്ചയാണ്. അതായത് ഇതിൽ നിന്ന് ഒരു പ്രത്യുൽപാദനം നടത്തി കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ 2 ആഴ്ച മതി. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് നോക്കിയേ, ഒറ്റ മീറ്റിങ്ങിൽ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. നാലാമത്തെ പോയിന്റ്, മെയിലും ഫീമെയിൽ എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കും. ഇനി ഇതിലൂടെ പാരമ്പര്യത്തിൽ വരുന്ന വ്യതിയാനങ്ങളൊക്കെ നമുക്ക് ഏറ്റവും ചെറിയ പവർ കുറഞ്ഞ മൈക്രോസ്കോപ്പിൽ പോലും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. 4 പോയിന്റ് എന്തായാലും പഠിച്ചു വെച്ച് പോകാൻ പാടുള്ളൂ. ഒന്ന്, ഞാൻ പറഞ്ഞു, ഇതിനെ നമുക്ക് ലാബിൽ സിമ്പിളായ സിന്തറ്റിക് മീഡിയത്തിൽ കൾച്ചർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ്, ഇതിൽ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് 2 ആഴ്ചയാണ്. പിന്നെ അതേപോലെ തന്നെ ഒറ്റ മീറ്റിങ്ങിൽ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാകും. പിന്നെ ആണിനെയും പെണ്ണിനെയും നമുക്ക് പെട്ടെന്ന് തന്നെ വേർതിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു, നോക്കാം. ക്യാരക്ടേഴ്സ് ഓഫ് സർട്ടൈൻ ജനറ്റിക് ഡിസോർഡേഴ്സ് ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ ഗിവൺ ഡിസോർഡേഴ്സ്. ഈ തന്നിരിക്കുന്ന ഡിസോർഡേഴ്സ് ഏതാണെന്നുള്ളത് കണ്ടെത്തുക. ഒന്ന്, സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ദാറ്റ് എഫക്ട് ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. ഓക്കെ, സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ദാറ്റ് എഫക്ട് ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. ഹീമോഫീലിയ. കേട്ടല്ലോ, ഹീമോഫീലിയ ആണ് ബ്ലീഡിംഗ് ഡിസോർഡറിന് വരുന്ന മറ്റൊരു പേര്, ഹീമോഫീലിയ എന്ന് പറയും. ദി ഡിസോർഡർ കോസ്ഡ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വലൈൻ അറ്റ് 6th പൊസിഷൻ ഓഫ് ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ. സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗം. ദ ഇൻബോൺ എറർ മെറ്റബോളിസം. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർത്തിരിക്കാം, ഫീനൈൽ കീറ്റോൺ യൂറിയ ദാറ്റ് എഫക്ട് ഇൻഡിവിജ്വൽ ലാക്ക് ആൻ എൻസൈം ദാറ്റ് കൺവേർട്ട് ഫീനൈൽ അലനൈൻ ടു ടൈറോസിൻ. ഇപ്പോൾ നമ്മളിവിടെ ഡിസോർഡേഴ്സ് ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. അതായത് ബ്ലീഡിംഗ് ഡിസോർഡറാണ് ഹീമോഫീലിയ. ഓക്കെ, ബീറ്റ ചെയിനിലെ 6ാമത്തെ അമിനോ ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വലൈൻ വരികയും ആ കാരണങ്ങളെ കൊണ്ട് ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാവുകയും ചെയ്യുന്ന കണ്ടീഷനെയാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുക. പിന്നെ ഇൻബോൺ എറർ മെറ്റബോളിസം എഫക്ട് ഇൻഡിവിജ്വൽ ലാക്ക് ആൻ എൻസൈം ദാറ്റ് കൺവേർട്ട് ഫീനൈൽ അലനൈൻ ടു ടൈറോസിൻ. അത് ഫീനൈൽ കീറ്റോൺ യൂറിയ എന്നാണ് പറയുക. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കൂ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്രോസിംഗ് ആണിത്. നമുക്ക് എപ്പോഴും ചോദ്യം വരാറുള്ളത്, പഠിച്ചു വെച്ചിട്ടേ മക്കളെ പോകാവൂ. നോക്കൂ, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡീവിയേഷൻ ഫ്രം മെൻ്റലിയൻ ഇൻഹെറിറ്റൻസ്. മെൻ്റലിയൻ ഇൻഹെറിറ്റൻസിൽ നിന്ന് വ്യതിയാനമായിരിക്കുന്ന ഒന്നാണ് ഈ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ. ഈ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് നടത്തിയത് ഫ്ലവർ കളർ ഇൻ സ്നാപ്ഡ്രാഗണിലാണ്. സ്നാപ്ഡ്രാഗണിലെ ഫ്ലവർ കളറിലാണ് നടത്തിയത്. ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, റെഡും വൈറ്റും ക്രോസ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് ജനറേഷൻ നമുക്ക് കിട്ടുക പിങ്കാണ്. പിങ്കിൽ സെൽഫ് പോളിനേഷൻ നടത്തി നമ്മൾ പനറ്റ് സ്ക്വയറിൽ നമ്മൾ വരച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് റെഡ്, പിങ്ക്, വൈറ്റ് എന്ന് പറയുന്ന റേഷ്യോ 1:2:1. അതായത് ഫീനോടൈപ്പിക് റേഷ്യോയും ജീനോടൈപ്പിക് റേഷ്യോയും സെയിം ആകുന്നൊരു ക്രോസ് എന്ന് പറഞ്ഞാൽ അത് പുന്നറ്റ് സ്ക്വയറിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. ജീനോടൈപ്പ് റേഷ്യോ സെയിം ആണ്. നോക്കൂ, അതായത് ക്യാപ്പിലാർ ഈ 4 ഒരെണ്ണല്ലേ ഉള്ളൂ, ക്യാപ്പിലാർ സ്മോളർ ഈ 4 2 അല്ലേ, അതേപോലെ സ്മോളർ ഈ 4 ഒരെണ്ണം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ജീനോടൈപ്പ് റേഷ്യോയും ഫീനോടൈപ്പ് റേഷ്യോയും സെയിം ആകുന്ന ക്രോസ് ആണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, അപ്പോൾ ഈ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിനെ കുറിച്ച് പറഞ്ഞു. ഇനി എന്താണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് ചോദിച്ചാൽ, F1 ഡസ് നോട്ട് റിസംബിൾ എനി ഓഫ് ദ പാരൻറ്റ്.
നോട്ട് ചെയ്ത് നോക്കണേ. F1 ഡസ് നോട്ട് റിസംബിൾ എനി ഓഫ് ദ പാരന്റ്. അതായത് ഈ റെഡിനെ പോലെയും വൈറ്റിനെ പോലെയും തോന്നില്ല F1 കിട്ടുന്നത്. F1 ഡസ് നോട്ട് റിസംബിൾ എനി ഓഫ് ദ പാരന്റ് ബട്ട് ആൻ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദ ടു. രണ്ടിൻ്റെയും ഇടയിലുള്ളൊരു ഫീച്ചറായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക, പിങ്ക് കിട്ടുക എന്ന് മനസ്സിലാക്കണം. Let us see next question. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കൂ, ഫോളോയിങ് ഡയഗ്രാം ഷോ അമിനോ ആസിഡ് സീക്വൻസ് ഓഫ് എ part of beta chain of hemoglobin of two individual. Observe the amino acid sequence and answer the following question. നോക്കി, which among the above indicates sickle cell anemic condition? ഈ രണ്ട് കണ്ടീഷനിൽ ഏതാണ് നമുക്ക് സിക്കിൾ സെൽ അനീമിക് കണ്ടീഷനായിട്ട് കാണാൻ പറ്റുക? രണ്ടാമത്താണ്. കാരണം ആറാമത്തെ അമിനോ ആസിഡിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വലൈൻ വന്നതായിട്ട് കാണുക രണ്ടാമത്തെ ചെയിനിലാണ്, അതായത് ബീറ്റ ചെയിനിലാണ്. ഓക്കെ, ജസ്റ്റിഫൈ യുവർ ആൻസർ. അതായത് ഞാനിവിടെ പറഞ്ഞു സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വലൈൻ ഇൻ 6th പൊസിഷൻ ഓഫ് പോളിപെപ്റ്റൈഡ്. അതിൻ്റെ ഫലമായിട്ട് RBCയുടെ ഷേപ്പ് മാറി, അതായത് ഈ എലോങ്ങേറ്റഡ് അത് സിക്കിൾ ഷേപ്പായിട്ട് മാറും. ഓക്കെ, നമുക്ക് പറയാൻ പറ്റും ഈ ബൈക്കോൺകേവ് ഷേപ്പാണ് RBC. ആ ബൈക്കോൺകേവ് ഷേപ്പിൽ നിന്ന് എലോങ്ങേറ്റഡ് ആയി അത് എന്തുപോലെയായി കിടക്കും, സിക്കിൾ ഷേപ്പായിട്ട് മാറും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എന്താണ് ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയും. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഡിസ്ക്രൈബ് വാട്ട് ഈസ് സിംഗിൾ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ. നോക്കൂ, ചേഞ്ച് ഇൻ സിംഗിൾ ബേസ് പെയർ ഓഫ് DNA ഒറ്റ ബേസ് പെയറിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് സിംഗിൾ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. അത്തരത്തിലുള്ള മ്യൂട്ടേഷന് പറയുന്ന പേരാണ് പോയിന്റ് മ്യൂട്ടേഷൻ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ശ്രദ്ധിച്ചോണേ, ഈ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി ഈസ് ഷോൺ ബിലോ. ഒബ്സർവ് ആൻഡ് ലേബൽ A and B. നോക്കൂ, ഇതിൽ ഞാൻ DNA-യിൽ നിന്ന് DNA ഉണ്ടാകുന്നതിനെ നമുക്ക് റെപ്ലിക്കേഷൻ എന്ന് പറയാം. DNA-യിൽ നിന്ന് mRNA ഉണ്ടാകുന്നതിനെ നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാം. mRNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നതിനെ ട്രാൻസ്ലേഷൻ എന്നും പറയാം. ഇതാണ് ഫസ്റ്റ് സംഗതി. ഓക്കെ, രണ്ടാമത് ഹൂ പ്രപ്പോസ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി? ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ഫ്രാൻസിസ് ക്രിക്ക്. ഫ്രാൻസിസ് ക്രിക്ക് ആണ് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു പിക്ചർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഗിവൺ ബിലോ ഈസ് എ ഫിഗർ കണക്റ്റഡ് വിത്ത് DNA പാക്കേജിങ് ഇൻ യൂക്കാരിയോട്ട്. ഐഡന്റിഫൈ ദ ഫിഗർ. ഇത് ഏതാണ് ഫിഗർ എന്ന് പറയണം. ഇതാണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്ന ഫിഗർ. നെയിം ദ പാർട്സ് ലേബിൾഡ് ആസ് A and B. A എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോൺ ഒക്ടാമർ ആണ്. B എന്ന് പറയുന്നത് DNA-യുമാണ്. അടുത്ത നോക്കണേ, നെയിം ദ പ്രോട്ടീൻ അസോസിയേറ്റഡ് വിത്ത് ദിസ് പാക്കേജിങ്. അതായത് ഇതിനകത്ത് ഹിസ്റ്റോൺ പ്രോട്ടീൻസുകളാണ് ഉണ്ടാവുക. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ടാവും. ഓരോ പ്രോട്ടീനിലും ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ബേസിക് അമിനോ ആസിഡ്സുകളായ ലൈസിനും ആർജിനൈനും ഉണ്ടാവും. ബേസിക് അമിനോ ആസിഡ്സുകളായ ലൈസിൻ ആൻഡ് ആർജിനൈൻ ഇതിൽ കാണാം എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ ഞാൻ പറഞ്ഞു ന്യൂക്ലിയോസോം. നെയിം ദ പാർട്സ് ലേബിൾഡ് ആസ് A and B. A എന്ന് പറയുന്നത് ഹിസ്റ്റോൺ ഒക്ടാമർ, B എന്ന് പറയുന്നത് DNA ആണ്. നെയിം ദ പ്രോട്ടീൻ അസോസിയേറ്റഡ് വിത്ത് ദിസ് പാക്കേജിങ്. ഈ ഇതിലുള്ള പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആണ്. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ടാവും. ഓരോ ഹിസ്റ്റോൺ പ്രോട്ടീനിലും ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ബേസിക് അമിനോ ആസിഡ്സുകളാണ് ലൈസിൻ ആൻഡ് ആർജിനൈൻ. അടുത്ത് നോക്കിക്കോളൂ, ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം. കുറേ ക്വസ്റ്റ്യൻ മക്കൾ തന്നെ കണ്ടിട്ടുണ്ടാവും. 6 steps ഇൻവോൾവ് ഇൻ DNA ഫിംഗർ പ്രിൻറ്റിങ്. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൽ ഇൻവോൾവ് ആയിരിക്കുന്ന 6 steps. ഒന്ന്, ഐസൊലേഷൻ ഓഫ് DNA ആദ്യം എടുക്കുക. 2, കിട്ടിയിരിക്കുന്ന DNA നമ്മൾ എന്ത് ചെയ്ത് കട്ട് ചെയ്ത് ഫ്രാഗ്മെൻ്റ് ആക്കുക. അതാണ് ഡൈജഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അപ്പോൾ ആദ്യം DNA എടുത്തു, അത് കട്ട് ചെയ്ത് ചെറിയ ഫ്രാഗ്മെൻറ്റുകളാക്കി റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് യൂസ് ചെയ്തിട്ട് ഈ സെപ്പറേറ്റ് ചെയ്ത DNA ഫ്രാഗ്മെൻറ്റുകൾ പിന്നെ നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രാൻഡുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു ബൈ ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസ് അല്ലെങ്കിൽ ജെൽ ഇലക്ട്രോഫോറസ് സെറ്റപ്പിൽ എടുക്കുന്നു. ആദ്യം ഞാൻ DNA എടുത്തു, കട്ട് ചെയ്ത് ഫ്രാഗ്മെൻ്റ് ആക്കി. കട്ട് ചെയ്ത ഫ്രാഗ്മെൻറ്റുകൾ നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് സെറ്റപ്പിലിട്ടിട്ട് ഈ ഡബിൾ സ്ട്രാൻഡുകളെയൊക്കെ നമ്മൾ സിംഗിൾ സ്ട്രാൻഡ് ആക്കി സൈസിനനുസരിച്ച് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ 3 സ്റ്റെപ്പായി. ആദ്യം DNA എടുത്തു, കട്ട് ചെയ്തു, കട്ട് ചെയ്ത ഫ്രാഗ്മെൻറ്റുകളെ നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് സെറ്റപ്പിൽ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തു. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത ഫ്രാഗ്മെൻറ്റുകളെ നമ്മൾ പിന്നെ ട്രാൻസ്ഫർ ചെയ്യാണ്. ഓക്കെ, നൈട്രോസെല്ലുലോസ് അല്ലെങ്കിൽ നൈലോൺ മെംബ്രെയിനിലേക്ക്. ഇതിന് പറയുന്ന പേരാണ് സദേൺ ബ്ലോട്ടിംഗ് എന്ന് പറയും. 4ാമത്തെ പോയിന്റ് നോക്കണേ, ട്രാൻസ്ഫറിങ് ഓഫ് സെപ്പറേറ്റഡ് DNA ഇൻറ്റു നൈട്രോസെല്ലുലോസ് ഓർ നൈലോൺ മെംബ്രെയിൻ. ഇനി ഈ സെപ്പറേറ്റ് ചെയ്തതിനെ പിന്നെ നമ്മൾ
ലേബിൾഡ് VNTR പ്രോബുമായിട്ട് കൂട്ടിച്ചേർക്കുന്നു. ലേബിൾഡ് VNTR പ്രോബുമായി കൂട്ടിച്ചേർക്കുന്നു. അത് നമ്മൾ പിന്നെ എക്സ്റേ ഫിലിമിലേക്ക് മാറ്റുന്നു. ഇതിന് പറയുന്ന പേരാണ് ഓട്ടോ റേഡിയോഗ്രാഫി. എന്നിങ്ങനെ 6ഓളം പോയിന്റുകൾ നമ്മൾ ശരിക്കും പഠിച്ചിട്ട് പോകണം. ആദ്യം DNA എടുക്കുന്നു, കട്ട് ചെയ്ത് ഫ്രാഗ്മെൻ്റ് ആക്കുന്നു. ഫ്രാഗ്മെൻ്റ് ആക്കിയത് നമ്മൾ ജെൽ ഇലക്ട്രോഫോറസ് സെറ്റപ്പിൽ ഇടുന്നു. അതിന് പിന്നെ നൈട്രോ സെല്ലുലോ ഷീറ്റ് കൊണ്ടോ നൈലോൺ മെംബ്രെയിൻ കൊണ്ടോ നമ്മൾ എടുക്കുന്നു. അതിന് പറയുന്ന പേരാണ് സദേൺ ബ്ലോട്ടിംഗ്. ശേഷം നമ്മൾ ഇതിനെ ലേബിൾഡ് VNTR പ്രോബിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. ശേഷം എക്സ്റേ ഫിലിമിലേക്ക് മാറ്റുന്നു. അതാണ് ഓട്ടോ റേഡിയോഗ്രാഫി. അപ്പോൾ നമുക്കൊരു ബാർകോഡ് കിട്ടും എന്നാണ് പറയുന്നത്. ഇതാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ സ്റ്റെപ്സ്. കണ്ടോ, 6 സ്റ്റെപ്സാണ് ചോദിച്ചിരിക്കുന്നത്. 6 സ്റ്റെപ്സും ഞാനവിടെ തന്നു, പഠിക്കാതെ പോകരുത്. അടുത്ത് നോക്കാം, എക്സ്പാൻഡ് ദ ടേം DNA. DNAയുടെ ഒരു ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എഴുതിയിട്ടുണ്ട്. ഹു പ്രപ്പോസ് ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രപ്പോസ് ചെയ്ത ആരാണ്? ഓക്കെ, വാട്സൺ ആൻഡ് ക്രിക്ക്. ഓക്കെ, വാട്സൺ ആൻഡ് ക്രിക്ക്. ലിസ്റ്റ് ഔട്ട് ദ നൈട്രോജനസ് ബേസസ് ഇൻ DNA എന്നാണ് ചോദിച്ചിരിക്കുന്നത്. DNAയിലെ നൈട്രോജൻ ബേസുകൾ ഇവിടെ തന്നിട്ടുണ്ട് ഞാൻ. അഡിനൈൻ, ഗ്വാനൈൻ, തയമീൻ, സൈറ്റോസൈൻ. ഇത് RNAയിലാണെങ്കിൽ തയമീന് പകരം എന്തായിരിക്കും ഉണ്ടാവുക? യുറാസിൽ. അടുത്ത മക്കൾ നോക്കണം, ഈ ഒരു ഫിഗറും നമുക്ക് മുൻ വർഷങ്ങളിൽ ഇഷ്ടംപോലെ തവണ ചോദിച്ചിട്ടുള്ളതാണ്. നോക്കൂ, സ്കിമാറ്റിക് ഡയഗ്രാം ഓഫ് എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഇസ് ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ പാർട്സ്. എ എന്ന് പറയുന്നത് പ്രൊമോട്ടറാണ്, തന്നിട്ടുണ്ട്. എ പ്രൊമോട്ടർ. ഇനി ഇവിടെ നോക്കൂ, അപ്പോൾ ഇത് ടെർമിനേറ്ററാണ്. പ്രൊമോട്ടർ ഇവിടെ തന്നിട്ടുണ്ട്, ടെർമിനേറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് സ്ട്രക്ചർ ജീനാണ് അതിൻ്റെ ഇടയിലുള്ളത്. പിന്നെ ഇവിടെ താഴെ കോഡിംഗ് സ്റ്റാൻഡ് തന്നിട്ട് മുകളിൽ ഡാഷ് ആയിട്ടിരിക്കണം. അപ്പോൾ മുകളിൽ ഉറപ്പാണ് അത് ടെംപ്ലേറ്റ് സ്റ്റാൻഡാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇത് പ്രൊമോട്ടർ, ഇത് ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ പാർട്സ് നമ്മൾ പറഞ്ഞു. വാട്ട് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ? എന്താ ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. DNA-യിൽ നിന്ന് RNA ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാം. റൈറ്റ് ദ കോംപ്ലിമെൻ്ററി DNA സ്ട്രാൻഡ് ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. കോംപ്ലിമെൻ്ററി DNA സ്ട്രാൻഡ് ബൈ ഒബ്സർവ് ദ സ്ട്രാൻഡ് ഗിവൺ ബിലോ. ഇവിടെ നമുക്കൊരു DNAയുടെ സ്ട്രാൻഡ് തന്നിട്ടുണ്ട്. ഈ DNAയുടെ സ്ട്രാൻഡ് നോക്കിയിട്ട് ഇതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 5' തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെ എഴുതുമ്പോൾ എന്താ 3' അല്ലേ വരിക? അഡിനൈന് പകരം തയമീൻ, തയമീൻ പെയർസ് വിത്ത് അഡിനൈൻ, ഗ്വാനൈൻ പെയർസ് വിത്ത് സൈറ്റോസൈൻ, സൈറ്റോസൈൻ പെയർസ് വിത്ത് ഗ്വാനൈൻ, അഡിനൈൻ പെയർസ് വിത്ത് തയമീൻ, തയമീൻ പെയർസ് വിത്ത് അഡിനൈൻ, ഗ്വാനൈൻ പെയർസ് വിത്ത് സൈറ്റോസൈൻ, സൈറ്റോസൈൻ പെയർസ് വിത്ത് ഗ്വാനൈൻ, അഡിനൈൻ പെയർസ് വിത്ത് തയമീൻ ആൻഡ് തയമീൻ പെയർസ് വിത്ത് അഡിനൈൻ. കണ്ടോ, ഇവിടെ 5' ആണെങ്കിൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ 3' ആയിരിക്കും, ഇവിടെ 3' ആണെങ്കിൽ ഇവിടെ 5'. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇത് ഈ ഡയഗ്രാം നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. അടുത്ത് നിങ്ങൾ നോക്കുക. ഓക്കെ, ഇൻ എ സെൽ യൂക്രോമാറ്റിൻ ആൻഡ് ഹെട്രോക്രോമാറ്റിൻ ക്യാൻ ബി ഒബ്സർവ്ഡ് അണ്ടർ മൈക്രോസ്കോപ്പ്. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ യൂക്രോമാറ്റിൻ ആൻഡ് ഹെട്രോക്രോമാറ്റിൻ. എന്താണ് യൂക്രോമാറ്റിൻ, എന്താണ് ഹെട്രോക്രോമാറ്റിൻ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. യൂക്രോമാറ്റിൻ, ക്രോമാറ്റിൻ ലൂസ്ലി അറേഞ്ച്ഡ് ആണ്. മാത്രമല്ല ഇത് കളർ കൊടുത്താൽ കാര്യമായിട്ട് കളർ പിടിക്കില്ല. ഇത് ട്രാൻസ്ക്രിപ്ഷൻ കൊണ്ട് വളരെ ആക്റ്റീവാണ്. ശ്രദ്ധിക്കണം, ട്രാൻസ്ക്രിപ്ഷൻ കൊണ്ട് ഇവർ ആക്റ്റീവാണ്. ഇവിടെ നോക്കൂ, ഹെട്രോക്രോമാറ്റിൻ, അതായത് ക്രോമാറ്റിൻ ന്യൂക്ലിയസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ടൈറ്റ്ലി അറേഞ്ച്ഡ് ആയിരിക്കും. ഇത് കളർ കൊടുത്താൽ ഡാർക്കായിട്ടാണ് കാണുക. ഇത് ട്രാൻസ്ക്രിപ്ഷൻ കൊണ്ട് ഇവർ ഇനാക്റ്റീവുമാണ്. ക്ലിയർ ആണല്ലോ? ട്രാൻസ്ക്രിപ്ഷനിൽ ഇവരെന്താണ്? ഇനാക്റ്റീവ് ആണ്. അണ്ടർസ്റ്റുഡ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കൂ, ഇൻ യൂകാരിയോട്ട് ജീൻ എക്സ്പ്രഷൻ ക്യാൻ ബി റെഗുലേറ്റഡ് ബൈ സെവറൽ ലെവൽസ്. റൈറ്റ് ദ ഡിഫറെൻറ്റ് ലെവൽസ് അറ്റ് വിച്ച് ദ ജീൻ എക്സ്പ്രഷൻ ക്യാൻ ബി റെഗുലേറ്റഡ്. ആദ്യം പറയുന്നു യൂകാരിയോട്ടിനെ കുറിച്ചാണ് ചോദ്യം. യൂകാരിയോട്ടിൽ എങ്ങനെയാണ് ജീൻ എക്സ്പ്രഷൻ നടത്തുക? ആദ്യം ട്രാൻസ്ക്രിപ്ഷൻ, DNA-യിൽ നിന്ന് RNA ഉണ്ടാവും. പക്ഷേ യൂകാരിയോട്ടിൽ ആദ്യം ഉണ്ടാകുന്ന RNA ആയിരിക്കില്ല, HNRNA ആണ്. അതാണ് ട്രാൻസ്ക്രിപ്ഷൻ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തത് ഈ HNRNA-യിൽ പിന്നെ പ്രോസസ്സിങ് നടക്കും. അതായത് ക്യാപ്പിങ്ങും ടെയിലിങ്ങും സ്പ്ലൈസിങ്ങും ഒക്കെ നടന്നു കഴിഞ്ഞാൽ അത് mRNA ആയി മാറും. അതാണ് പ്രോസസ്സിംഗ് ലെവൽ എന്ന് പറയാം. ഇങ്ങനെ ഫോം ചെയ്തിരിക്കുന്ന mRNA ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് മൂവ് ചെയ്യും. അതാണ് അടുത്ത് പറയണേ. ഓക്കെ, ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം. അടുത്താണ് ട്രാൻസ്ലേഷണൽ ലെവൽ. അങ്ങനെ സൈറ്റോപ്ലാസത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് നടക്കും? ട്രാൻസ്ലേഷൻ നടക്കും. അണ്ടർസ്റ്റുഡ് ദിസ് മച്ച്? ഇനി അടുത്തിലേക്ക് വരാം. നോക്കിക്കോളൂ, ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് എ ലാക് ഓപ്പേറോൺ. ലാക് ഓപ്പേറോണിൻ്റെ ഡയഗ്രാം നോക്കാൻ പറയുന്നു. ശേഷം ഇത് ആൻസർ ചെയ്യണം. നോക്കൂ, റൈറ്റ് ദ നെയിം ഓഫ് എൻസൈം ലേബിൾഡ് ആസ് ABC. ഇതൊരു ലാക് ഓപ്പേറോണിൻ്റെ ഡയഗ്രാം ആണ്. ഇതിൽ A മാർക്ക് ചെയ്തിട്ടുണ്ട്, B എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, C എന്താ ചോദിച്ചിട്ടുണ്ട്. A എന്ന് പറഞ്ഞാൽ ഇത് ബീറ്റ ഗാലക്ടോസിഡേസ് ആണ്. B എന്ന് പറയുന്നത് പെർമിയേസ് ആണ്. C എന്ന് പറയുന്നത് ട്രാൻസ് അസറ്റൈലേസ് ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്. A എന്ന് പറയുന്നത്
ബീറ്റ ഗാലക്ടോസൈഡേസ്, ബി എന്ന് പറയുന്നത് പെർമിയേസ്, സി എന്ന് പറയുന്നത് ട്രാൻസ് അസറ്റൈലേസ് ആണ്. വിച്ച് ആക്ട് ആസ് ദ ഇൻഡ്യൂസർ ഇൻ ലാക്ടോപെറോൺ. ഇതിൽ ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാരാണ്? ലാക്ടോസ്. ലാക്ടോസ് ആണ് ഇവിടെ ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പഠിക്കാതെ പോകരുത്, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത് കേട്ടോ. അടുത്തത് നോക്കാം. ദ ഡയഗ്രം റെപ്രസെൻസ്. നോക്കൂ, ദ ഡയഗ്രം റെപ്രസെൻസ് DNA റെപ്ലിക്കേഷൻ പ്രോസസ്. റീഡ്രോ ദ ഡയഗ്രാം റെക്ടിഫൈങ് ഇഫ് എനി മിസ്റ്റേക്സ്. ആദ്യം ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡയഗ്രാം. ഞാനിതോടെ മാറ്റി വരച്ചിട്ടുണ്ട്. നോക്കൂ, ഈ ഡയഗ്രത്തിൽ നിന്ന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഇത് നമ്മൾ മാറ്റി വരയ്ക്കണം. നോക്കൂ, ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സ്ട്രാൻഡ് ഓക്കെ 3' to 5' പാരൻ്റ് സ്ട്രാൻഡ് തന്നെ, വിഷയമില്ല. പക്ഷേ ഇവിടെ നോക്ക് 5' to 3' ആണ് വരുന്നത്. ഇവിടെ 3' to 5' തന്ന് തെറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഇത് കണ്ടിന്യൂസ് ആയിട്ടാണ് ഉണ്ടാവുക. കണ്ടോ, ഈ ഭാഗം കണ്ടിന്യൂസ് സിന്തസിസ് ആണ്. കണ്ടോ, ഈ ഒരു ഭാഗം കറക്റ്റാണ്. പക്ഷേ ഈ ഒരു ഭാഗത്ത് 5' to 3' കണ്ടിന്യൂസ് ആയിരിക്കണം. ഞാനിവിടെ വരച്ച് കണ്ടോ. ഇത് നോക്കൂ, 5' to 3' എന്ന് പറയുന്ന സ്ട്രാൻഡിൽ പുതിയ സ്ട്രാൻഡാകുന്ന ഫ്രാഗ്മെൻറ്റുകളായിട്ടാണ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രാഗ്മെൻറ്റുകളായിട്ട് ക്ലിയറായി ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇനി നെയിം 2 എൻസൈം ഇൻവോൾവ് ഇൻ DNA റെപ്ലിക്കേഷൻ പ്രോസസ്. ഞാനൊരു 3 എൻസൈം പറയാം. മക്കൾ 2 എൻസൈമിൽ പഠിച്ചിട്ട് പോകണം. ഒന്ന് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ്. DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ്. രണ്ടാമത്തെ എൻസൈമാണ് DNA ലിഗേസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് DNA ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈം. ഓക്കെ, അപ്പോൾ ഞാൻ 3 എൻസൈമുകൾ പറഞ്ഞു. ഒന്ന് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ്, DNA ലിഗേസ്, മറ്റൊന്ന് ഏതാണ്? DNA ഹെലിക്കേസ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അതായത് ഈ ഹൈഡ്രജൻ ബോണ്ട് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈമാണ് ഹെലിക്കേസ്. അത് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല, പക്ഷേ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് പഠിക്കണം. ഈ എൻസൈമുകൾ നിർബന്ധമാണ്. ഈ പിക്ചറും ശരിക്കും പഠിച്ചു വെച്ചിട്ട് പോകണം കേട്ടോ. അടുത്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫിഗർ ഓഫ് ലാക്ടോപെറോൺ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസ് ഈസ് ഗിവൺ ബിലോ. ഡ്രോ ദ ഡയഗ്രാം ഓഫ് ലാക്ടോപെറോൺ ഇൻ ദ പ്രസൻസ് ഓഫ് ലാക്ടോസ് ആൻഡ് ലേബൽ ഇറ്റ്. ലാക്ടോസിൻ്റെ പ്രസൻസിൽ നമ്മളിത് ലേബൽ ചെയ്യണം. ഇത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസ്, അതായത് ഈ സ്ട്രക്ചർ ജീൻ സ്വിച്ച് ഓഫ് ആയി കിടക്കുന്ന ഒരു സ്റ്റേജാണ് ഇവിടെ തന്നിരിക്കണേ. സ്വിച്ച് ഓഫ് ആണ് ഈ സ്റ്റേജ്. ഓക്കെ, സ്വിച്ച് ഓഫ്. ഇത് സ്വിച്ച് ഓൺ ആകുന്ന ഒരു സ്റ്റേജ് നമ്മൾ കൊടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ലാക്ടോസ് എന്ന് പറയുന്ന ഇൻഡ്യൂസർ വന്ന് റിപ്രസറിനെ ബൈൻഡ് ചെയ്യും. ലാക്ടോസ് വന്ന് ഈ റിപ്രസറിനെ ബൈൻഡ് ചെയ്യും. അപ്പോൾ ഈ റിപ്രസർ ഓപ്പറേറ്ററിലേക്ക് പോവില്ല, ഈ പ്രൊമോട്ടറിലുള്ള RNA പോളിമറൈസ് സ്ട്രക്ചർ ജീനിലേക്ക് പോകും. അപ്പോൾ ഇവരിങ്ങനെ 3 എൻസൈമുകൾ ഉണ്ടാക്കും. ഒന്ന് ബീറ്റ ഗാലക്ടോസൈഡേസ്, പെർമിയേസ്, ട്രാൻസ് അസറ്റൈലേസ്. കിട്ടിയോ? അപ്പോൾ ഇത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസ് ആണ്. ഇതേ ഡയഗ്രാം നമ്മൾ മാറ്റി വരയ്ക്കാൻ പറയും. അതായത് ഇൻ ദ പ്രസൻസ് ഓഫ് ലാക്ടോസ്. ലാക്ടോസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് ഞാൻ കൊടുത്തു. ഇൻഡ്യൂസറായ ലാക്ടോസ് റിപ്രസർ പ്രോട്ടീനെ വന്ന് ബൈൻഡ് ചെയ്യും. പിന്നെ ആ സമയത്ത് ഈ സ്ട്രക്ചറൽ ജീനുകൾ, ഓക്കെ, ഇത് സ്ട്രക്ചർ ജീനാണ്, ഇതെല്ലാം Zഉം Yഉം Aയും, അവർ mRNA ഉണ്ടാക്കും. ഈ mRNAയിൽ നിന്ന് പ്രോട്ടീനുകളായ 3 എൻസൈമുകൾ ഉണ്ടാക്കും. ബീറ്റോ ഗാലക്ടോസൈഡേസ്, പെർമിയേസ്, ട്രാൻസ് അസറ്റൈലേസ്. ഗോട്ട് ഇറ്റ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. നോക്കാം. റൈറ്റ് ഡൗൺ എനി 4 സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡ്. ഓക്കെ, 4 സാലിയന്റ് ഫീച്ചേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് കൊഡോൺ എന്ന് പറഞ്ഞ ട്രിപ്ലെറ്റ് ആണ്. നമുക്കറിയാവുന്നതാണ് കൊഡോൺ എന്ന് പറയുന്ന ട്രിപ്ലെറ്റ് ആണ്. ഉദാഹരണത്തിന് UUU, ഇതൊരു കൊഡോൺ ആണ്, ഇത് ട്രിപ്ലെറ്റ് അല്ലേ. ഇത് നോക്കൂ, ചില അമിനോ ആസിഡ്സുകൾ കോഡ് ചെയ്തിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ കൊഡോൺ കൊണ്ടായിരിക്കും. അതിനാണ് ഡീജനറേറ്റ് എന്ന് പറയാം. ഒന്നിൽ കൂടുതൽ കൊഡോൺ കൊണ്ടായിരിക്കും ഒരു അമിനോ ആസിഡ് കോഡ് ചെയ്തിരിക്കുക. ഇതിന് പറയുന്ന പേരാണ് ഡീജനറേറ്റ് എന്ന് പറയും. ഇനി കൊഡോൺ എന്ന് പറയുന്നത് ഒരു mRNAയിൽ നമ്മൾ റീഡ് ചെയ്യണത് കണ്ടീജിയസ് ഫാഷൻ എന്ന് വെച്ചാൽ പങ്ക്ച്വേഷൻസ് ഒന്നും ഉണ്ടാവില്ല. കണ്ടിന്യൂസ് മാനറിലാണ് mRNAയുടെ മേലുള്ള ബേസുകൾ നമ്മൾ റീഡ് ചെയ്യുക. അതാണ് 3 പോയിന്റ്. 4ാമത് കോഡ് ഈസ് നിയർലി യൂണിവേഴ്സൽ. മിക്കപ്പോഴും കോഡ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലാണ്. ഈ ഒരു ചോദ്യം മാത്രമായിട്ട് നമുക്ക് എക്സാമിന് വന്നിട്ടുണ്ട്. എന്താ യൂണിവേഴ്സൽ എന്ന് ചോദിച്ചാൽ, അതായത് UUU എന്ന് പറയുന്ന ഒരു കൊഡോൺ ഇത് ഹ്യൂമൻ ബീയിങ്ങിലും അതേപോലെ ബാക്ടീരിയയിലൊക്കെ ഇവർ കോഡ് ചെയ്യുന്ന ഒരു അമിനോ ആസിഡിൻ്റെ പേര് ഫീനൈൽ അലനൈൻ തന്നെയാണ്. അതാണ് കോഡ് ഈസ് നിയർലി യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. ഇനി AUG എന്ന് പറയുന്ന കൊഡോണിന് 2 ഫംഗ്ഷൻ ഉണ്ട്. ഇത് മാത്രമായിട്ട് ചോദ്യം വേറെയും വരാറുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ പഠിക്കുമ്പോൾ ഈ 2 പോയിൻ്റാണ് ആദ്യം പഠിക്കേണ്ടത്. കോഡ് എന്ന് പറയുന്നത് നിയർലി യൂണിവേഴ്സൽ, ചിലപ്പോൾ അങ്ങനെ മാത്രമായിട്ട് ചോദ്യം വരാം. പിന്നെ AUG എന്ന് പറയുന്ന കൊഡോണിൻ്റെ ഫങ്ഷൻസ്, ഒന്ന് ഇവർ ഇനീഷ്യേറ്റർ കൊഡോൺ എന്നോ സ്റ്റാർട്ട് കൊഡോൺ എന്നോ പറയാം. ഇവർ കോഡ് ചെയ്യുന്ന അമിനോ ആസിഡിൻ്റെ പേരാണ് മെത്തിയോണൈൻ. പിന്നെ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ഈ സ്റ്റോപ്പ് കൊഡോണുകൾ ഏതൊക്കെയാണെന്ന്. UAA, UAG, UGA, ഇത് 3ഉം സ്റ്റോപ്പ് കൊഡോണാണ് മക്കളെ. ഈ ലാസ്റ്റത്തെ 3 പോയിൻ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, കൊഡോൺ എന്ന് പറയുന്ന ട്രിപ്ലെറ്റ് ആണ്. ചില അമിനോ ആസിഡുകൾ കോഡ് ചെയ്തിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ കൊഡോൺ കൊണ്ടാണ്. അതിന് ഡീജനറേറ്റ് എന്ന് പറയും. കൊഡോൺ നമ്മൾ റീഡ് ചെയ്യേണ്ടത് mRNAയിൽ കണ്ടീജിയസ് ഫാഷനിലാണ്. കോഡ് എന്ന് പറയുന്നത് നിയർലി യൂണിവേഴ്സൽ ആണ്. AUG എന്ന് പറയുന്ന കൊഡോണിന് 2 ഫംഗ്ഷനാണ്. ഒന്ന് ഇനീഷ്യേറ്റർ കൊഡോൺ എന്ന് പറയും. ഇവർ കോഡ് ചെയ്യുന്ന
അമിനാസിൻ്റെ പേരാണ് മെഥിയോണൈൻ. പിന്നെ ഇതാ 3 ബേസുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതായത് 3 കൊഡോണുകൾ തന്നിട്ടുണ്ട്. അവരെ സ്റ്റോപ്പ് കൊഡോൺ എന്നാണ് പറയുക. UAA, UAG, UGA. വേഗം നോക്കിയിട്ട് പഠിച്ചിട്ടേ പോകാവൂ. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നോക്കൂ, എക്സ്പാൻഡ് ദ ഫോളോയിങ്. ഇത് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അതായത് ഒന്ന് YAC. നോക്കൂ, YAC എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമോസോം, BAC ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമോസോം, EST എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്, VNTR വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്, SNP സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം, PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. നോക്കണേ, YAC ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമോസോം, BAC ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമോസോം, EST എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്, VNTR വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്, SNPs സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം, PCR പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. നോക്കൂ, DNA ഈസ് ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ ദാൻ RNA. ഡു യു അഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്? സബ്സ്റ്റാൻഷിയേറ്റ്. ഓക്കെ, DNA ആണ് RNAക്കാളും നല്ല ജനറ്റിക് മെറ്റീരിയൽ. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നു. DNA ഡബിൾ സ്റ്റാൻഡ് ആണ്, RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ് മിക്കപ്പോഴും. DNA രണ്ടാമത്തെ കാർബണിൽ OH ഗ്രൂപ്പ് ഇല്ല. RNA രണ്ടാമത്തെ കാർബണിൽ റിയാക്റ്റീവ് ആണ്, OH ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലെസ് സ്റ്റേബിളും ആണ്. DNA തൈമിൻ ഉള്ളത് കൊണ്ട് DNA കുറേ കൂടുതലാണ്, സ്റ്റെബിലിറ്റി കൂടുതലാണ്. RNA യുറാസിൽ ഉള്ളത് കൊണ്ട് ലെസ് സ്റ്റേബിൾ ആണ്. ഇത് പഠിച്ചു വെക്കണേ. അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നതാണ് എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. നോക്കാം. എവല്യൂഷനിൽ ആദ്യം തന്നിരിക്കുന്ന ചില കാര്യം നോക്കൂ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അനലോഗസ് ഓർഗൻസ് ആൻഡ് ഹോമോലോഗസ് ഓർഗൻ. എന്താണ് ഈ അനലോഗസ് ഓർഗൻ എന്ന് പറഞ്ഞാൽ? അനലോഗസ് ഓർഗൻ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ സ്ട്രക്ചേഴ്സുകൾ ഡിഫറൻറ്റും പുറമേ കാണിക്കുന്ന ഫങ്ഷൻ സെയിമുമാണെങ്കിൽ അതിനെയാണ് അനലോഗസ് ഓർഗൻ എന്ന് പറയുക. ഇന്റേണൽ സ്ട്രക്ചേഴ്സുകൾ ഡിഫറൻറ്റ് പക്ഷെ പുറമേ കാണിക്കുന്ന ഫങ്ഷൻ സെയിം, അതാണ് അനലോഗസ് ഓർഗൻ. അനലോഗസ് ഓർഗൻ ഈസ് എ റിസൾട്ട് ഓഫ് അതായത് അനലോഗസ് ഓർഗൻ ഇസ് എ റിസൾട്ട് ഓഫ് കൺവെർജന്റ് എവല്യൂഷൻ. അതും കൂടെ പഠിക്കണം, ഞാനിവിടെ എഴുതിയിട്ടില്ല. അനലോഗസ് ഓർഗൻ കൺവെർജന്റ് എവല്യൂഷൻ ആണ്. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് മറ്റൊരു ചോദ്യം. ഐ ഓഫ് ഒക്ടോപസ് ആൻഡ് ദോസ് ഓഫ് മാമൽസ്. രണ്ടിനും ഇന്റേണൽ സ്ട്രക്ചേഴ്സിൽ വ്യത്യാസമുണ്ട്, പക്ഷേ രണ്ടും കാഴ്ച തന്നെയാണ് ഫംഗ്ഷൻ. ഫ്ലിപ്പർ ഓഫ് പെൻക്വിൻ ആൻഡ് ഡോൾഫിൻ. പെൻക്വിൻ്റെയും ഡോൾഫിൻ്റെയും ഫ്ലിപ്പർ കൊണ്ട് അവർ സ്വിമ്മിങ് ആണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പെൻക്വിൻ്റെയും ഡോൾഫിൻ്റെയും ബോണുകളിൽ വ്യത്യാസമുണ്ട്. ഇനി നോക്കൂ, ഹോമോലോഗസ് ഓർഗൻ. ഹോമോലോഗസ് ഓർഗൻ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ സ്ട്രക്ചേഴ്സുകൾ സിമിലറും പുറമേ കാണിക്കുന്ന ഫംഗ്ഷൻ ഡിഫറൻറ്റുമാണ്. ഈ ഹോമോലോഗസ് ഓർഗൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് ഡൈവർജന്റ് എവല്യൂഷൻ. അതും കൂടെ മക്കളോട് പഠിക്കണം. ഇവിടെ അനലോഗസ് ഓർഗൻ കൺവെർജന്റ്, ഹോമോലോഗസ് ഓർഗൻ ഡൈവർജന്റ് എവല്യൂഷൻ. എക്സാമ്പിൾ ഇവിടെ ഈ ഹോമോലോഗസ് ഓർഗൻ എക്സാമ്പിൾ ആണ് ഫോർ ലിംബ് ഓഫ് മാൻ, ചീറ്റ, ബാറ്റ് എന്ന് പറയും. പിന്നെ വെർട്ടിബ്രേറ്റ്സിൻ്റെ ഹാർട്ട്, ബ്രെയിൻ ഇവയൊക്കെ ഇന്റേണൽ സ്ട്രക്ചേഴ്സുകൾ സിമിലർ ആയിരിക്കും, പക്ഷെ പുറമേ കാണിക്കുന്ന ഫങ്ഷൻസ് ഡിഫറൻ്റ് ആണ്. ഓക്കെ, അടുത്ത് നോക്കൂ, മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. എന്താണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ? അതിൻ്റെ ഇവിടെ അല്ലീൽ ഫ്രീക്വൻസി കുറിച്ച് തന്നിട്ടുണ്ട്. അല്ലീൽ ഫ്രീക്വൻസി ഇൻ എ പോപ്പുലേഷൻ റെപ്രസെൻറ്റഡ് ആസ് P² + 2PQ + Q² = 1. നെയിം ദ എവല്യൂഷണറി പ്രിൻസിപ്പിൾ. അതാണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. അല്ലീൽ ഫ്രീക്വൻസി റിമെയിൻ കോൺസ്റ്റന്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ഒരു ജനറേഷൻ തുടങ്ങി അടുത്ത ജനറേഷൻ വരെ അല്ലീലിൻ്റെ ആവർത്തനം സെയിം ആയിരിക്കും. അതാണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. ഇനി ആ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിളിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ 5 എണ്ണം. ഏതൊക്കെയാണ്? ജീൻ മൈഗ്രേഷൻ അല്ലെങ്കിൽ ജീൻ ഫ്ലോ, പിന്നെ ഒന്ന് ജനറ്റിക് ഡ്രിഫ്റ്റ്, ജനറ്റിക് റീകോമ്പിനേഷൻ, മ്യൂട്ടേഷൻ, നാച്ചുറൽ സെലക്ഷൻ. എന്താണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ? ഒരു പോപ്പുലേഷനിൽ അല്ലീലുകളുടെ ഫ്രീക്വൻസി അതിൽ നിന്നുള്ള അടുത്ത ജനറേഷനിലും അതേപോലെ തന്നെ ഉണ്ടാവുള്ള, ഒരു മാറ്റം ഉണ്ടാവില്ല. സം ടോട്ടൽ ഓഫ് ഓൾ അല്ലീൽ ഫ്രീക്വൻസി റിമെയിൻ കോൺസ്റ്റന്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ഇനി ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിളിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ജീൻ മൈഗ്രേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ്, ജനറ്റിക് റീകോമ്പിനേഷൻ, മ്യൂട്ടേഷൻ, നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയും. അടുത്ത് നോക്കാം. ദ ഒറിജിനൽ സീഡ് ഈറ്റിംഗ് ഫിഞ്ചസ് ഇൻ ഗലപ്പാഗോസ് ഐലൻഡ് എവോൾവ്ഡ് ഇൻ ടു മെനി അതർ ഫോംസ് വിത്ത് ഓൾട്ടേർഡ് ബീക്സ്. ഐഡന്റിഫൈ ദ എവല്യൂഷണറി ഫിനോമിന ആൻഡ് ഡിഫൈൻ ഇറ്റ്. ഈ ഒരു ഗലപ്പാഗോസ് ഐലൻഡ് നോക്കൂ, ഒറിജിനൽ സീഡ് ഈറ്റിംഗ് ഫിഞ്ചസിൽ നിന്ന് എവോൾവ് ചെയ്ത് മറ്റ് ചില ഫോമുകളൊക്കെ ഉണ്ടായി. ഏതാണ് എവല്യൂഷണറി ഫിനോമിന? ഇറ്റ് ഈസ് നോൺ ആസ് അഡാപ്റ്റീവ് റേഡിയേഷൻ. ഇതിൻ്റെ പേരാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയും. അതിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ പറയുന്നത്. എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ ഗിവൺ ജോഗ്രാഫിക്കൽ ഏരിയ സ്റ്റാർട്ടിംഗ് ഫ്രം എ പോയിന്റ് ലിറ്ററലി റേഡിയേറ്റഡ് ടു അതർ ജോഗ്രാഫിക്കൽ ഏരിയ ഓർ ഹാബിറ്റാറ്റ്. അതായത് ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി അത് പല സ്പീഷീസുകളായി മാറി പല സ്ഥലത്തേക്ക് അഡാപ്റ്റ് ആകുന്നതിന് പറയുന്ന പേരാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. എവല്യൂഷൻ ഓഫ് എ സ്പീഷീസ് സ്റ്റാർട്ടിംഗ് ഫ്രം എ പോയിന്റ്
ലിറ്ററലി റേഡിയേറ്റഡ് ടു അതർ ജിയോഗ്രാഫിക്കൽ ഏരിയ ഓർ ഹാബിറ്റാറ്റ്. മക്കളെ പഠിച്ചു വെക്കണം ഡെഫിനിഷൻ. ഓക്കെ, അടുത്ത് നോക്കാം. പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് based on the chronological order, that is Dryopithecus, Homo erectus, Ramapithecus, Homo habilis, Homo sapiens, Australopithecines. ഞാനൊരു ഷോർട്ട് കോഡ് തരാം. ഡ്രാഹൻസ് എന്ന് മക്കൾ പഠിച്ചാൽ മതി. ഡ്രാഹൻസ്, DRAHENS. അതായത് ഇതിൽ ഡി ഉദ്ദേശിക്കുന്നത് ഡ്രയോപിത്തിക്കസ്, ആർ ഉദ്ദേശിക്കുന്നത് രാമാപിത്തിക്കസ്, എ ഉദ്ദേശിക്കുന്നത് ഓസ്ട്രേലോപിത്തിസിൻസ്, എച്ച് ഉദ്ദേശിക്കുന്നത് ഹോമോ ഹാബിലിസ്, ഈ ഹാബിലിസ് ആണ് ഉദ്ദേശിച്ചത്, ഇ ഉദ്ദേശിക്കുന്നത് ഹോമോ എറക്റ്റസ്, ഇനി അതേപോലെ എൻ ഉദ്ദേശിക്കുന്നത് നിയാൻഡ്രതൽ മാൻ, എസ് ഉദ്ദേശിക്കുന്നത് ഹോമോ സാപ്പിയൻസ്. അപ്പോൾ ഡ്രാഹൻസ് എന്തൊക്കെയാണ്? ഡ്രയോപിത്തിക്കസ്, രാമാപിത്തിക്കസ്, ഓസ്ട്രേലോപിത്തിസിൻസ്, പിന്നെ ഒന്ന് ഏതാണ്? ഹോമോ ഹാബിലിസ്, ഹോമോ എറക്റ്റസ്, പിന്നെ അതേപോലെ തന്നെ നിയാൻഡ്രതൽ മാൻ ആൻഡ് ഹോമോ സാപ്പിയൻസ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നാച്ചുറൽ സെലക്ഷൻ്റെ ഓർഡർ നമുക്ക് പഠിക്കണം. നോക്കൂ, ഇവിടെ തന്നിട്ടുണ്ട് നാച്ചുറൽ സെലക്ഷൻ്റെ ഓർഡർ തെറ്റിച്ച് തന്നിട്ടുണ്ട്, അത് കറക്റ്റ് ആക്കണം. ഒന്ന് ഞാനിവിടെ ആ ഓർഡറുകൾ ഒന്ന് കറക്റ്റാക്കി പറയാണ്. ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, വാരിയേഷൻ, സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്, സ്പീസിയേഷൻ. അതായത് ഒരുപാട് സ്പീഷീസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ജീവിയുടെ കഴിവിൻ്റെ പരമാവധി റീപ്രൊഡ്യൂസ് ചെയ്താൽ പോപ്പുലേഷൻ നമ്പർ കൂടും. അങ്ങനെ പോപ്പുലേഷൻ നമ്പർ കൂടുമ്പോൾ അവിടെ ഫുഡ് സ്പേസ് ഒക്കെ കുറവായിരിക്കും. പക്ഷേ ആ ഫുഡ് സ്പേസ് കുറവാകുമ്പോൾ ആ ഫുഡിനും സ്പേസിനും വേണ്ടിയിട്ട് ഈ ജീവികൾ തമ്മിൽ സ്ട്രഗിൾ ചെയ്യും. അതിനാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അങ്ങനെ സ്ട്രഗിൾ ചെയ്തവർക്ക്, ഒരു പിടിച്ചു നിൽക്കാൻ കഴിവുള്ളവർക്ക് ഒരു വേരിയേഷൻ ഉണ്ടാവും. ആ വേരിയേഷൻ ഉള്ളത് കൊണ്ട് അവരവിടെ അഡാപ്റ്റ് ചെയ്യുന്നു, അതിലൂടെ പുതിയ സ്പീഷീസ് ഉണ്ടാവുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ ഓർഡർ പഠിച്ചു നോക്കുക. ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, വേരിയേഷൻ, സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ആൻഡ് സ്പീസിയേഷൻ. ഇനി ലാസ്റ്റ് ചാപ്റ്ററായ ഹെൽത്ത് ആൻഡ് ഡിസീസ് നോക്കൂ. ഇത് നമുക്ക് പഠിക്കാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. 4 തരത്തിലുള്ള ബാരിയേഴ്സ്: ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, ഓക്കെ, അതായത് വിച്ച് ആർ ദ 4 ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് ഇൻവോൾവ് ഇൻ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഒന്ന് നോക്കൂ. ഫിസിക്കൽ ബാരിയർ, സ്കിന്ന്, മ്യൂക്കസ് കോട്ടിംഗ്. ഫിസിയോളജിക്കൽ ബാരിയർ, ആസിഡ് ഇൻ സ്റ്റൊമക്ക്, എൻസൈം ഇൻ സലൈവ ആൻഡ് ടിയേഴ്സ്. ഇനി സെല്ലുലാർ ബാരിയർ, സെല്ലുകളാണ് പറയണേ. ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, മാക്രോഫേജ്, പിന്നെ കില്ലർ ടി സെൽസ്. ഓക്കെ, പിന്നെ ഒന്ന് സൈറ്റോകൈൻ ബാരിയർ, വൈറസ് കൊണ്ട് ഇൻഫെക്റ്റഡ് ആയ ഒരു സെല്ലൊരു പ്രോട്ടീൻ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ പേരാണ് ഇൻ്റർഫെറോൺ. ഈ ഇൻ്റർഫെറോൺ വൈറസ് കൊണ്ട് ഇൻഫെക്റ്റഡ് ആകാത്ത സെല്ലുകളെ വൈറസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. നോക്കൂ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോബ് ബോഡിയിലേക്ക് വന്നാൽ ബോഡി തന്നെ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ആൻറ്റിബോഡി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ഇനി പാസീവ് ഇമ്മ്യൂണിറ്റി അങ്ങനെയല്ല. മറ്റൊരാളുടെ ബോഡിയിൽ ഉണ്ടാക്കിയ ആൻറ്റിബോഡി നമ്മളെ ബോഡിയിലേക്ക് എടുത്തിട്ട് അതിലൂടെ ഇമ്മ്യൂണിറ്റി കിട്ടുക. മറ്റൊരാളുടെ ബോഡിയിൽ ഉണ്ടാക്കിയ ആൻറ്റിബോഡി നമ്മളെ ബോഡിയിലേക്ക് എടുക്കുക, എന്നിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നതിനെയാണ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. അപ്പോൾ ഇതിൽ രണ്ടിനും ഡിഫറൻസ് മറ്റൊന്ന് പറയാം. ഈ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കുന്ന ഇമ്മ്യൂണിറ്റി വളരെ പതിയെ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ കാലം നിൽക്കും. പക്ഷേ മറ്റൊരാളുടെ ബോഡിയിൽ നിന്നുള്ള ആൻറ്റിബോഡി നമ്മളെ ബോഡിയിൽ കുത്തിവെച്ച് ഉണ്ടാക്കുന്ന ഇമ്മ്യൂണിറ്റി വളരെ ഫാസ്റ്റ് ആയിരിക്കും, പക്ഷേ കുറച്ച് ദിവസം നിൽക്കുള്ളൂ. ഇനി ഇങ്ങനൊരു ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കണമെങ്കിൽ സമയമെടുക്കും എന്നാണ് പറയുക. പക്ഷേ ഇവിടെ ഇത് പെട്ടെന്ന് നടക്കും എന്നുള്ളതാണ്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ എക്സാമ്പിളാണ് നമ്മൾ പറയണ ഏതറിയാം? വാക്സിനൊക്കെ. പാസീവ് ഇമ്മ്യൂണിറ്റിയുടെ എക്സാമ്പിളാണ് നമ്മൾ ഏതെന്നറിയാം? കൊളസ്ട്രം. അമ്മയുടെ ബോഡിയിലുണ്ടാക്കിയ ആൻറ്റിബോഡി നമ്മുടെ ബോഡിയിലേക്ക് എടുക്കുന്നു. പിന്നെ അതേപോലെ തന്നെ സ്നേക്ക് ബൈറ്റ്, പാമ്പ് കടിച്ചാൽ എടുക്കുന്ന ആൻറ്റിടോക്സിനൊക്കെ പാസീവ് ഇമ്മ്യൂണിറ്റിയിലാണ് വരിക. ഇത് നോക്കൂ, ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസിലെ ഡ്രഗിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്രഗ് നമ്മൾ 3 ആയിട്ട് പറയും. ഒന്ന് നോക്കൂ, ഇതാണ് ഓപ്പിയോയിഡ്സ്, കണാബിനോയിഡ്, കൊക്ക ആൽക്കലോയിഡ്. 3 തരത്തിലുണ്ട്. ഈ ഓപ്പിയോയിഡ് ആക്ട് ചെയ്യുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിലുമാണ്. കണാബിനോയിഡ് ആക്ട് ചെയ്യുന്ന കണാബിനോയിഡ് റിസപ്റ്റേഴ്സ് ബ്രെയിനിലാണ്. കൊക്ക ആൽക്കലോയിഡ് ആക്ട് ചെയ്യുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയും. അതായത് മെയിനായിട്ട് ന്യൂറോ ട്രാൻസ്മിറ്ററായ ഡോപ്പമൈനെ ബ്ലോക്ക് ചെയ്യും എന്ന് നോക്കിക്കോളൂ. ഈ ഒരു ഓപ്പിയോഡ് ഒബ്റ്റെയിൻ ചെയ്യുന്ന പേപ്പർ സോംനിഫറം എന്ന് പറയുന്ന ചെടിയുടെ ലാറ്റക്സിൽ നിന്നാണ്. കണാബിനോട് ഒബ്റ്റെയിൻ ചെയ്യുന്ന കണാബിസ് സറ്റേവ എന്ന് പറയുന്ന ചെടിയിൽ നിന്നാണ്. കൊക്ക ആൽക്കലോയിഡ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എരിത്രോസൈലം കൊക്ക എന്ന് പറയുന്ന ചെടിയിൽ നിന്നാണ്. ഇത് ഈ ഒരു കോളം പഠിച്ചാൽ തന്നെ ഏകദേശം എല്ലാം തന്നെ അതിലുണ്ട്. ഇനി ഈ ഒരു സ്ട്രക്ചർ എന്താണെന്നുള്ള ചോദ്യം വരും. നോക്കൂ, ഇതാണ് ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ. ഇത് ലൈറ്റ് ചെയിൻ ആണ്, ഇത് ഹെവി ചെയിൻ ആണ്. ഓർക്കണേ, ഇത് ഞാനിവിടെ കൊടുക്കുന്നു. ഇത് ലൈറ്റ് ചെയിൻ, ഇത് ലൈറ്റ് ചെയിൻ ആണ്, മറ്റത് ഹെവി ചെയിനുമാണ്. ക്ലിയർ ആയില്ല? അതുകൊണ്ട് തന്നെ ഒരു ആൻറ്റിബോഡിയെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും H2L2 എന്ന് പറയാം.
ക്ലിയർ ആണല്ലോ. മെൻഷൻ 2 types ഓഫ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഇൻ എ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിലുള്ള 2 തരത്തിലുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ഏതൊക്കെയാണ്? ഒന്ന് ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസും മറ്റൊന്ന് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസും. പഠിക്കണേ. ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസും ഉണ്ട്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസും ഉണ്ട്. ദാറ്റ്സ് ഓൾ. ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇത്രയും ഭാഗങ്ങൾ മക്കൾ നന്നായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോകാവും. ഇതിലൊരു സെലക്ഷൻ ഇല്ല, ഇതെല്ലാം തന്നെ പഠിക്കണം. എല്ലാ കാര്യവും പഠിച്ചിട്ട് എക്സാമിന് പോകാൻ പാടുള്ളൂ. ഓക്കെ, ഇതിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ വരും. ഓക്കെ, അപ്പോൾ മക്കൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. ഓക്കെ, സോ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ.